ചാർജ് ഷീറ്റ് നാളെ മുതൽ കിട്ടിത്തുടങ്ങും. പക്ഷെ നമ്മളൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകരും ഖാദിമികളുമായിട്ട് ഇതിന്റെ കൊടിയും പിടിച്ച് ഞാനും സമസ്തക്കാരനാണ് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഈ സംഘടനയുടെ ലേബൽ ഉപയോഗിച്ചുകൊണ്ട് പടുത്തുയർത്തപ്പെട്ട വളർന്നു വന്ന അതിന്റെ സ്ഥാപക നേതാക്കന്മാരുടെ എല്ലാ ലക്ഷ്യങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് തോന്നിവാസം ചെയ്യുമ്പോൾ കണ്ടില്ലെന്ന് നടിച്ചാൽ ഞാനും നിങ്ങളും നാളെ പടച്ചവന്റെ കോടതിയിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് പറയുന്നത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയരായ പണ്ഡിതന്മാരെയും മുഷാവറയെയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഈ സംവിധാനത്തിന്റെ സ്ഥാപനങ്ങളെ കൈയടക്കാനും അധിനിവേശം നടത്താനും ആര് ശ്രമിച്ചാലും ഏതറ്റം വരെ പോയിട്ടും അതിനെ പിടിച്ചു കെട്ടാൻ നമ്മൾ സന്നദ്ധമാകണം. ഇനി നമ്മുടെ ഉത്തരവാദിത്വം അതാണ്. നമ്മളിതൊക്കെ പറയുമ്പോൾ പുതിയ പുതിയ പ്രമേയം ഇനിയും വരാൻ സാധ്യതയുണ്ട്. ആ പ്രമേയമൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുക എന്നല്ലാതെ ഒരിക്കലും ഇത്തരം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ലേബൽ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ സ്ഥാപക നേതാക്കന്മാരുടെ താല്പര്യത്തിനെയും നീയത്തിനെയും ലക്ഷ്യത്തെയും ആദർശത്തെയും ബലികഴിക്കുന്ന ഒരുത്തനെയും സമസ്തയുടെ ലേബലിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കാൻ പാടില്ല. നമ്മൾ ആരുടെയും വ്യക്തിപരമായ താല്പര്യമല്ല, വ്യക്തിപരമായ ലാഭമില്ല, വ്യക്തിപരമായി നഷ്ടമേ ഉണ്ടാകൂ എന്ന ഉറപ്പോടുകൂടിയാണ് ഇതൊക്കെ പറയുന്നത്. നമുക്കും ജോലിക്ക് ബാധിക്കൊരു പക്ഷേ, പിന്നെ നമുക്ക് വണ്ടിക്ക് അടവടക്കാനൊന്നുമില്ല. പ്രസംഗിക്കാൻ പോയിട്ട് വണ്ടിക്ക് അടവടക്കലോ അതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരൊന്നുമല്ല. അടവടക്കണമല്ലൊക്കെ മിണ്ടാതിരിക്കുകയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം, നാളെയുടെ ലാഭനഷ്ടങ്ങളെക്കുറിച്ചോ വരുമാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സുഖസൗകര്യങ്ങളെക്കുറിച്ചോ അല്ല, അത് ചിന്തിച്ചുകൊണ്ടല്ല നമ്മളാരും ഈ സംഘടനാ പ്രവർത്തനത്തിന് ഇറങ്ങിയത്. നമുക്ക് വലിയ പാണ്ഡിത്യമോ അറിവോ പരിജ്ഞാനമോ ഒന്നുമില്ല. പക്ഷേ ഈ മഹാന്മാരായ നല്ല മനുഷ്യരുടെ കൂടെ നടന്നാൽ, അവിടെ കീഴിൽ പ്രവർത്തിച്ചാൽ, അവിടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോയാൽ അതും നമ്മുടെ ഈ ലോകത്തെയും പരലോകത്തെയും ജീവിതത്തിന് ഗുണകരമാകുമെന്ന ഒരൊറ്റ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ്